നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു അവർ ടോക്ക് ഷോ. അനിൽ മുഹമ്മദ് ഒരു നിഷ്പക്ഷ ജിഹാദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്യു സാമുൽ സാർ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിഷ്പക്ഷ ജിഹാദി എന്ന് വിളിച്ചിരിക്കുന്നത് അനിൽ മുഹമ്മദിനെ. താങ്കളും മാത്യു സാമുലും ഇന്നലെ ഈ വിഷയം ഡിസ്കസ് ചെയ്തു ഇന്റേണലി. എന്താണ് സാർ അദ്ദേഹം ഈ പറയുന്ന അനിൽ മുഹമ്മദിനെ നിഷ്പക്ഷ ജിഹാദി എന്ന് വിളിക്കാനുള്ള കാരണം? ആദ്യമായിട്ട് ഏതാനും ആഴ്ചകൾ മുമ്പ് ഞാൻ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവന്ന് വ്യവസായ മന്ത്രി ശ്രീ രാജീവിനോട് എന്നാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. ഈ വിഷയത്തിൽ, അതായത് കൊല്ലം രൂപത, ക്രൈസ്തവ സഭയുടെ കൊല്ലം രൂപതയും ആലപ്പുഴ രൂപതയും ഇത്തരത്തിലുള്ള വർഗീയ വിവരങ്ങൾ ഓഫീസിലിരുന്ന് ചെയ്യുന്നു എന്നായിരുന്നു കംപ്ലൈന്റ്. ആനി ജൂലിയ എന്ന IAS കാരിയാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പം നടപടി എടുത്തിരിക്കുന്നത്. സസ്പെൻഷനിലായിരിക്കുന്നു അനിൽ മുഹമ്മദ്. അതിന്റെ എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം KMML, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ ഒരു ഡെപ്യൂട്ടി മാനേജറായിട്ടാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. അത്തരം ഒരു മാനേജ്മെന്റ് പദവിയിൽ ഇരുന്നിട്ട് സ്വന്തം താല്പര്യങ്ങളും സമുദായത്തിന്റെ താല്പര്യങ്ങളും വിൽക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലും ആ രൂപതയിൽ ബിഷപ്പ് ഹൗസിൽ നിന്ന് കിട്ടിയ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു. അതിനുശേഷം ഈ ഒരു സസ്പെൻഷൻ കൊണ്ട് നിർത്താവുന്നതാണോ? ചോദ്യം അതാണ്. കാരണം ഈ സസ്പെൻഷൻ ഒതുങ്ങുമോ? അനിൽ മുഹമ്മദ് മുന്നോട്ട് വെക്കുന്ന സംസ്കാരം, അതായത് നിഷ്പക്ഷ ജിഹാദി സംസ്കാരമല്ല. അതായത് ഒരു മൈക്കും ടേബിളും കിട്ടിയാൽ ഒക്കെ ഈ പറയുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, അതായത് ഈ പറഞ്ഞ മാത്യു സാമുവൽ അതുപോലുള്ള ആളുകളെ, അതായത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഈ പറഞ്ഞ ജിഹാദി രാഷ്ട്രീയം അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയം എക്സ്പോസ് ചെയ്യുന്ന നേതാക്കന്മാരെ പുറത്തു കൊണ്ടുവരാൻ ഇവന് സസ്പെൻഷൻ മതിയാകുമോ? അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇന്നലെ ഞാൻ മാത്യു സാമുവൽ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇദ്ദേഹത്തിന് എന്ത് സസ്പെൻസിന് ശേഷം എന്ത് ക്രിമിനൽ നടപടി, ക്രൈം അതല്ലെങ്കിൽ എന്ത് നടപടിയാണ് ഇദ്ദേഹത്തിനെതിരെ എടുക്കാൻ പോകുന്നത്? ചോദ്യം 1. 2, ഇദ്ദേഹത്തിന്റെ പെൻഷനും മറ്റു കാര്യങ്ങളും തടഞ്ഞു വെക്കേണ്ടതില്ലേ? കാരണം ഇദ്ദേഹം നിരുത്തരവാദപരമായിട്ട് വർഗീയവാദം ഇരുന്ന് പറയുന്നു. തന്നെയല്ല, അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഒരു അവഹേളനം, പുച്ഛത്തോടുള്ള ചിരി നമ്മളെല്ലാവരും വിമർശിക്കും. അവഹേളനം അദ്ദേഹത്തിന് വിമർശിക്കാം, ഏത് മതത്തിനെയും വിമർശിക്കണം. ക്രിസ്ത്യാനിനെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും വിമർശിക്കാം. ഇത് പുച്ഛം, വെറും അവഹേളനമാണ് അദ്ദേഹത്തിന്റെ ഭാഷ. അദ്ദേഹം എന്തിനാ അവഹേളിക്കുന്നേ? മാത്യു സാമുവൽ സാറ് ഖത്തറിനെ പറ്റി പറയുമ്പോ, ഒരു അറബ് കാട്ടർബി രാജ്യമായ ജനാധിപത്യമല്ലാത്ത ഖത്തറിനെ പറ്റി പറയുമ്പോ ഈ അനിൽ മുഹമ്മദിന് എന്തിനു കൊള്ളണം? നമ്മൾ ഇന്ത്യൻ ജനാധിപത്യ രീതിയിലാണ് ജീവിക്കുന്നത്. ഖത്തറിനെ ജനാധിപത്യത്തിൽ എത്തിക്കാൻ വേണ്ടിയായിരിക്കണം അനിൽ മുഹമ്മദ് സംസാരിക്കേണ്ടത്. അതല്ലാതെ അതിന് ഖത്തറിനെ പറ്റി പറയുന്നത് വൈകാരികം കൊള്ളാനായിട്ട് ഇന്ന് കേരളത്തിൽ എന്തിനാണ്? അവർ നമ്മുടെ മലയാളി സഹോദരങ്ങളെ കൊണ്ട് അടിമയാക്കുന്നതാണ് അവരുടെ പണി. ഖത്തറില് അടിമപ്പണിക്കാണ് ഗൾഫ് രാജ്യങ്ങള്. ജനാധിപത്യം തുല്യതയല്ല. നമ്മളിപ്പോ ഇരിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു രാജ്യത്ത് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇരുന്ന് നമ്മൾ ഇവിടെ വരുമ്പോ സായിപ്പാണോ കാപ്പിരിയാണോ ഇതണോ നമുക്ക് തുല്യതയല്ല വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് തുല്യതയല്ല. ഖത്തർ തുല്യതയല്ല വിശ്വസിക്കുന്നത്, അടിമത്വത്തിലെ വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസ പ്രമാണത്തിലുള്ള തെറ്റാണ് അത്. മാത്യു സാമുവൽ ചൂണ്ടിക്കാണിക്കുമേ അനിൽ മുഹമ്മദിന് എന്തിനു കൊള്ളണം? ഞാൻ പല വീഡിയോസും അനിൽ മുഹമ്മദിനെ കാണാറില്ല, കാരണം കാണാൻ ശ്രമിക്കാറില്ല. കാരണം അദ്ദേഹത്തിന് കൊലച്ചിരി കാണുമ്പോൾ അറിയാം അത് വെറും വർഗീയത മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ മാത്യു സാമുവൽ വെറുക്കപ്പെട്ടവനായിരിക്കുന്നത് അനിൽ മുഹമ്മദിന്റെ വീഡിയോസിൽ? കാരണം അദ്ദേഹം ഈ മാത്യു സാമുവൽ നമുക്ക് എല്ലാവർക്കും പറയാം, അദ്ദേഹം ഒരു വിഭാഗം പ്രൊപ്പഗൻഡ പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. എന്താണ് ഈ മാത്യു സാമുവലിനോട് ഇത്ര ദേഷ്യം അനിൽ മുഹമ്മദിന്? ഇത് മൊത്തമായിട്ട് ഒരു ഫുൾ പിക്ചറായിട്ട് കാരണം കേരളത്തിന്റെ ഇടത് വലത് പ്രീണനം, മുസ്ലിം സമുദായത്തോടുള്ള പ്രത്യേകമായ പ്രീണനം, ഒരു ചെറിയ ന്യൂനപക്ഷമായ 25% വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള ആ ഒരു പ്രീണന നയത്തിന്റെ ഭാഗമാണ്. അത് പൊളിച്ചടക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർ, കതറിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാർ വേറെ ആരുടെ പുറത്തുനിന്നുള്ള ഫണ്ടിൽ പ്രവർത്തിക്കുന്നോണം. നമ്മളെ പോലെയുള്ള ഒറ്റയ്ക്ക് ഒരു ക്യാമറയും കൊണ്ട് നടക്കുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എക്സ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. തുറന്നു പറയാം. എനിക്കോ മിഥുനോ ഒന്നും പേടിക്കണ്ട പറയാനായിട്ട്. കാരണം ആരുടെയും കാശ് വാങ്ങി കീശയിൽ വെച്ചിട്ടില്ല. വെട്ടി തുറന്ന് പറയാൻ മടിയിൽ കനമില്ല. ഈ പറയുന്ന തുള്ളിച്ചാടുന്ന നായർക്കും മൊട്ടത്തലയനും മരമുറിക്കും മാപ്പിളയ്ക്കും ആരോ കാശ് കൊടുക്കണ്ട്. അതല്ലാണ്ട് അവൻ എന്താ പറഞ്ഞാൽ ഈ 25% അത് മാറിയിരിക്കുന്നു. ഹൈന്ദവ ക്രൈസ്തവ ഏകീകരണം കേരളത്തിൽ നിലവിൽ വന്നിരിക്കുന്നു, സംഭവിച്ചിരിക്കുന്നു. അനിൽ മുഹമ്മദ്മാരും മറ്റ് ഫസൽ ഗഫൂർമാരൊക്കെ ഇനി കാണാനിരിക്കുന്നുള്ളൂ.
അനിൽ മുഹമ്മദിന് ഇനി എന്തായിരിക്കും അനിൽ മുഹമ്മദിനെ നമ്മൾ അനിൽ മുഹമ്മദിന് അടുത്ത് നീക്കം വ്യക്തമായിട്ടും അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടികൾ ഉണ്ടാവണം. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും പിടിച്ചു വെക്കണം. വ്യക്തമായ കേരള സമൂഹം ഈ ഇലക്ഷൻ 2026 ഇലക്ഷന് ഇത് ഓർമ്മയിൽ വെച്ച് വേണം കേരളത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ വോട്ട് ചെയ്യാനായിട്ട്. താങ്കളുടെ നികുതി പണം കൊണ്ട് ഇതുപോലുള്ള വർഗീയവാദികൾക്ക് ശമ്പളം കൊടുക്കേണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ ഇരുന്ന് അദ്ദേഹം പറയുന്നത് വെറും അവഹേളനവും പുച്ഛവും ഒരു ചിരിയാണ് അവിടെ ചിരിച്ചാൽ. നമുക്ക് മെയിൻ വ്യക്തമായി ചിരിക്കാം. അദ്ദേഹത്തിന് ചിരിക്കുന്നതിന് നമുക്ക് തടസ്സമില്ല. അദ്ദേഹം ചിരിച്ചോട്ടെ. അദ്ദേഹം ചിരിയല്ല, കാരണം അദ്ദേഹത്തെ ചിരി കൊലച്ചിരിയാണ്. അത് യാതൊരു സംശയവുമില്ല. അതൊരു കൊലച്ചിരിയല്ല, അത് കേരള സമൂഹത്തിനുള്ള ഒരു പരിഹാസ ചിരിയാണ്. പരിഹസിക്കട്ടെ. പക്ഷെ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അനിൽ മുഹമ്മദ് വാരെ നമ്മൾ എന്തുകൊണ്ട് വർജിക്കണം, അല്ലെങ്കിൽ അവരെ നമ്മൾ എന്തുകൊണ്ട് നിരാകരിക്കണം? അവര് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. അവരടിച്ചേൽപ്പിക്കാൻ പോകുന്നത് വഖഫോ ജസിയ പോലെയുള്ള നിയമങ്ങളും മറ്റ് കാഫിറുകളെയും ഇൻഫിഡൽസ് മറ്റു മതസ്ഥരെ എല്ലാവരും തുല്യതയിൽ വിശ്വസിക്കുന്നില്ല. അവര് ഇക്വാലിറ്റി, നമ്മൾ യഥാർത്ഥമായ മതേതരത്വം തുല്യതയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ തുല്യതയിൽ വിശ്വസിക്കുന്നവനാ, നമ്മളെ ജാതി മതമായിട്ട്. പക്ഷെ ഇന്ന് കേരളത്തിൽ നടക്കുന്നത് അതല്ല, തുല്യതയിലല്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകൾ നമ്മൾ ഇവിടെ വന്നാൽ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ പറയും പോടാ തെണ്ടി സായിപ്പ് എന്ന് പറയും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നരേന്ദ്ര ദാമോദർജിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായി അദ്ദേഹം ജനങ്ങളാ വോട്ട് ചെയ്തത്. അതായത് ഈ പറഞ്ഞ കാട്ടർബി ഇതല്ല വോട്ട് ചെയ്തത്, ഇന്ത്യൻ ജനത വോട്ട് ചെയ്താണ്. താങ്കൾ പറഞ്ഞ ഇതൊരു പാഠമാണ്. കാരണം എന്താ പറയുന്നത്, ഒരു ചാനലും മൈക്കും ഉണ്ടെങ്കിൽ വർഗീയത വിളിച്ചു പറയാൻ ശ്രമിക്കാം. പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് പറഞ്ഞോട്ടെ. പക്ഷെ കൗണ്ടർ ചെയ്യുമ്പോൾ അത് കേൾക്കാനായിട്ടുള്ള ഇത് വേണം. അതിന് കൗണ്ടർ അറ്റാക്ക്. ഇപ്പൊ ഞാൻ താങ്കളുടെ ചാനലാണ് മിഥുൻ ക്ലിപ്സ്, എന്റെ ചാനൽ ദി വിക്ടർ ജോർജ്. നമ്മളൊക്കെ ചെറിയ കാര്യങ്ങൾ നമ്മുടെ കീശയിൽ കനമില്ലാണ്ട് ഞങ്ങൾ വിളിച്ചു പറയും. ഞങ്ങളെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ നിങ്ങളോട് പറയുന്ന മാധ്യമങ്ങൾ, നിങ്ങളോട് പറയുന്ന രാഷ്ട്രീയക്കാര്, നിങ്ങളൊരു കണ്ണു വെച്ചോ. ആ സിനിമക്കാര്, ഖത്തർ മാഫിയ, ഇതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. കേരള ജനത, കേരള പൊതുസമൂഹത്തോടാണ് ഞങ്ങൾ ഈ കാര്യം അവതരിപ്പിക്കുന്നത്.